പ്രിയ സുഹൃത്തുക്കളെ, മാറിവാനിസ് പിതാവിൻ്റെ ഓർമ്മ ദിവസം ജൂലൈ 15 നമ്മൾ പ്രാർത്ഥനാപൂർവം ആചരിക്കുകയാണ്. 1882 മുതൽ 1953 വരെയുള്ള കാലഘട്ടങ്ങളിലാണ് അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനാ നിർഭരമായ ജീവിതം ഈ ലോകത്തിന് ആസ്വാദ്യജനകമായത്. ബാല്യകാലം കല്ലുമലയിൽ, മാവേലിക്കര താലൂക്കിൽ, ആലപ്പുഴ ജില്ലയിൽ. ചെറുപ്പത്തിൽ തന്നെ ദൈവികമായ ഭക്തിയിലെ വളർന്നു വരികയും സഭയോടും സഭയുടെ കാര്യങ്ങളോടും പിതാക്കന്മാരോടുമൊക്കെ കൂറ് പുലർത്തുകയും ചെയ്തിരുന്നു. ആധ്യാത്മിക കാര്യങ്ങളിലും കൗദാശികമായ കാര്യങ്ങളിലും ഇടപെടാനും സംബന്ധിക്കുവാനും അദ്ദേഹത്തിന് ചെറുപ്പത്തിൽ തന്നെ തീക്ഷ്ണതയുണ്ടായിരുന്നു. സെമിനാരിയിൽ ചേരുകയും സെമിനാരിയിൽ പഠിക്കുകയും ഉന്നതമായ വിദ്യാഭ്യാസ പാരമ്പര്യത്തിലൂടെ വളർന്നു വരികയും വൈദിക പട്ടം സ്വീകരിച്ച് സഭയ്ക്ക് വേണ്ടി തന്നെ സമർപ്പിക്കുകയും ചെയ്തു. മാറിവാനിസ് പിതാവിൻ്റെ ഉള്ളിൽ തങ്ങി വിങ്ങി നിന്ന പ്രാർത്ഥനാ നിർഭരമായ ഒരു വികാരം ഇതായിരുന്നു: മലങ്കര കത്തോലിക്ക സഭ സ്ഥാപിതമാക്കുക എന്നതല്ല, മറിച്ച് ആഗോള കത്തോലിക്ക സഭയുടെ തായ്തണ്ടിനോട് ചേർക്കപ്പെടാനുള്ള അദമ്യമായ ചിന്ത. ആഗോള കത്തോലിക്ക സഭയിൽ നിന്ന് 1653 ജനുവരി മാസം 2-ാം തീയതി കൂനൻകുരിശ് സത്യത്തോടുകൂടി ആണ് സഭ മാറിപ്പോകുന്നത്. അതിനു മുമ്പ് കത്തോലിക്ക സഭയുടെ ഏകയോഗമായി പോവുകയും പോർച്ചുഗീസുകാരുടെ ആഗമനത്തോടുകൂടി ഇവിടെ ഉണ്ടായിരുന്ന ക്രൈസ്തവ വിശ്വാസികൾ, പ്രത്യേകിച്ച് കത്തോലിക്ക സഭയുടെ ചേർന്ന് നിന്നവരെ ലാറ്റിൻ ആരാധനാക്രമത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ട് പരിശ്രമിച്ചപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന മാർത്തോമ ക്രിസ്ത്യാനികൾ ഒന്നടങ്കം ചേർന്ന് ലാറ്റിൻ സഭയോട് ചേരാൻ ഞങ്ങൾക്ക് ആഗ്രഹം ഇപ്പോഴില്ല, മറിച്ച് കത്തോലിക്ക സഭയോട് ചേർന്ന് നിന്നുകൊണ്ട് ഞങ്ങളുടെ ആരാധനാക്രമം കാത്തു സൂക്ഷിച്ച് പോകാൻ ആഗ്രഹമുണ്ട് എന്ന് പ്രകടിപ്പിക്കുകയും ഇനി ഞങ്ങൾ പടിഞ്ഞാറിൻ്റെ പാതിരിമാർക്ക് അല്ലെങ്കിൽ വൈദികർക്ക് അടിമപ്പെട്ടോ കീഴ്പ്പെട്ടോ ജീവിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് കൂനൻകുരിശ് സത്യമുണ്ടാകുന്നത്. മലങ്കര കത്തോലിക്ക സഭ ഇന്നലെ 1930 പിറന്നു എന്ന് പറയുന്നത് തെറ്റാണ്. മലങ്കര കത്തോലിക്ക സഭ 1930 വീണ്ടും സഭയോട് ചേർന്നു, ആഗോള കത്തോലിക്ക സഭയോട് ചേർന്നു എന്ന് പറയുന്നതാണ് അതിൻ്റെ യഥാർത്ഥമായ സത്യം. മാറിവാനിസ് പിതാവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം സന്യാസത്തിലേക്ക് ചേരാൻ ആഗ്രഹിച്ച വ്യക്തിയായതുകൊണ്ട് തന്നെ സന്യാസത്തിലാണ് അദ്ദേഹം വളർന്നു വന്നത്. സ്വന്തമായ ഒരു ആശ്രമം സ്ഥാപിക്കുവാൻ അദ്ദേഹം ആഗ്രഹിച്ചു. 1919 മുണ്ടൻമലയുടെ നികടത്തിൽ ബദനി സന്യാസ സമൂഹം സ്ഥാപിക്കുകയും തുടർന്ന് ബദനി സന്യാസിനി മിശ്യാനുകരണ സന്യാസിനി സമൂഹം സ്ഥാപിക്കുകയും ചെയ്തു. അത് സന്യാസത്തിൽ അധിഷ്ഠിതമായി ഭാരത പാരമ്പര്യത്തിനനുസരിച്ച് കാവ്യവേഷം, കാഷായ വസ്ത്രം ധരിക്കുകയും ഭാരതത്തിൻ്റെ അമൂല്യമായ പാരമ്പര്യം പൈതൃകവും സഭയിൽ കാത്തു സൂക്ഷിക്കണം എന്നുള്ള ആഗ്രഹത്തിലാണ് അദ്ദേഹം ഈ സന്യാസിനി സമൂഹം സ്ഥാപിച്ചത് എന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനമാണ്. ഭാരതത്തെ സ്നേഹിച്ചൊരു വ്യക്തിയാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ സാമൂഹികമായ വീക്ഷണങ്ങൾ നമ്മൾ ഒന്ന് മനസ്സിലാക്കുന്നില്ല. കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങനെയുള്ള പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അദ്ദേഹം തുടങ്ങി. പള്ളിയോട് ചേർന്ന് പള്ളിക്കൂടങ്ങൾ തുടങ്ങി. അതോടൊപ്പം സാമൂഹികമായ വീക്ഷണം, എല്ലാ മനുഷ്യരെയും ചേർക്കണമെന്നുള്ളതാണ്. ഒരു ക്രിസ്ത്യാനിക്ക് വേണ്ടി മാത്രം സ്ഥാപിച്ചൊരു സ്കൂൾ നീങ്ങില്ല. അപ്പോൾ ആ സ്കൂളുകൾക്ക് തന്നെ ഞാൻ എടുത്തു പറയാനുള്ളൊരു കാരണം, മലങ്കര കത്തോലിക്ക സഭ ബത്തേരി രൂപതയിലൊരു കോളേജ് വാങ്ങിച്ചിട്ടുണ്ട്, പഴശ്ശിരാജ കോളേജ്. ആ പഴശ്ശിരാജ കോളേജിൻ്റെ പേര് മാറ്റിയിട്ടില്ല ഇന്ന് വരെയും. പഴശ്ശിരാജ എന്ന് തന്നെയാണ് ഇന്നും സൂക്ഷിക്കുന്നത്. എന്ന് വെച്ചാൽ ജാതി വെച്ചോ പേര് വെച്ചോ ആരെയും മാറ്റാൻ പരിശ്രമിച്ചിട്ടുള്ള പാരമ്പര്യം മലങ്കര കത്തോലിക്ക സഭയ്ക്കില്ല. പ്രത്യേകിച്ച് മാറിവാനിസിൻ്റെ കണ്ണിൽ അങ്ങനെ ഒരു വീക്ഷണം ഇല്ലായിരുന്നു എന്ന് മനസ്സിലാക്കണം. അതോടൊപ്പം തന്നെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം 3-4 കൺസേൺ ഉള്ളത്: 1 വിദ്യാഭ്യാസം, 2 സാമൂഹിക ദർശനം, 3-ാമത്തേത് അദ്ദേഹത്തിന് അൽമായരോടുള്ള കടപ്പാട്. പിടിയേരി കൊണ്ടും മുട്ട കൊടുത്തുമൊക്കെ സഭയെ അന്ന് പിടിച്ചു നിർത്താൻ പരിശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ആ അൽമായരോടൊക്കെ അദ്ദേഹത്തിന് കൂറുണ്ടായിരുന്നു. ഞാൻ ഇത്തരണത്തിൽ കിളിയിലെത്ത് ചാക്കോ എന്ന് പറയപ്പെടുന്നൊരു വ്യക്തിയെ മാത്രമല്ല, ഞാൻ മലഞ്ചേരിൽ ഫാമിലിയെ പ്രത്യേകം ഓർമ്മിക്കുകയും ചെയ്തു. ജോർജ് അച്ഛൻ്റെയും മത്തായി അച്ഛൻ്റെയും സിറൽപിതാവിൻ്റെയും പിന്നെ ബെർക്കുവാൻ സിസ്റ്ററിൻ്റെയും മറ്റ് സിസ്റ്റർമാർ ഒത്തിരി പേരുണ്ട്. ഇവരുടെയൊക്കെ പിതാക്കന്മാർ കത്തോലിക്ക സഭയുടെ, പ്രത്യേകിച്ച് നമ്മുടെ പിതാവിനോട് ചേർന്ന്, മാറിവാനിസ് പിതാവിനോട് ചേർന്ന് പ്രവർത്തിച്ചു എന്നുള്ളത് ഇന്നും ഓർമ്മയുടെ ഉൾത്തടങ്ങളിൽ നമ്മൾ കാത്തു സൂക്ഷിക്കുന്നത്.
1930 സെപ്റ്റംബർ മാസം 20-ാം തീയതി ബെൻസിഗർ പിതാവിൻ്റെ സ്മൃതിയിൽ കൊല്ലത്ത് അരമനയിൽ ചെന്ന്, കൊല്ലത്ത് ബെൻസിഗർ പിതാവിൻ്റെ മുമ്പിൽ ചെന്ന് മാറിവാനിസ് പിതാവും മാർ തെയോഫിലസ് പിതാവും ജോണച്ചനും അലക്സാണ്ടർ ഷിമാശനും കിളിലെത്ത് ചാക്കോയും മലങ്കര കത്തോലിക്ക സഭ എന്ന നാമത്തിൽ വീണ്ടും ചേരുകയാണ് ആഗോള കത്തോലിക്ക സഭയോട്. ഇതാണ് പുനരൈക്യം. ഈ പുനരൈക്യം നമ്മൾ നന്നായിട്ട് ആഘോഷിക്കാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്. ഈ പുനരൈക്യത്തിൻ്റെ ലക്ഷ്യം മറ്റൊന്നുമല്ല, വിട്ടുപോയവരെ വീണ്ടും കത്തോലിക്ക സഭയിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നതാണ് പുനരൈക്യത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം. മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അനുസ്മരിക്കേണ്ടത്. ലാറ്റിൻ സഭയോട് ചേരുകയല്ല നമ്മൾ ചെയ്തത്. എന്താണ് ലാറ്റിൻ സഭ? മോശമാണെന്നൊന്നുമല്ല ഞാനീ പറയണേ. ലാറ്റിൻ സഭയോട് ചേരുകയല്ല, ആഗോള കത്തോലിക്ക സഭയോട് ചേരുക. പിതാവ് മുമ്പിൽ വെച്ച, റോമിൻ്റെ മുമ്പിൽ വെച്ച 2-3 കണ്ടീഷൻസ്. ഒന്ന്, ഞങ്ങളുടെ ആരാധനാക്രമം ഞങ്ങൾക്ക് പിന്തുടരാനുള്ള അവകാശം വേണം. അത് തീർച്ചയായിട്ടും സമ്മതിച്ച് തന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ജനത്തിൻ്റെ മേലുള്ള ഭരണാവകാശം, ആത്മീയമായ ഭരണാവകാശം, അത് ഞങ്ങൾക്ക് വേണം. അതും റോം അംഗീകരിച്ചു. പരമ്പരാഗതമായിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള, അതായത് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളെക്കാൾ ഉപരി ഞങ്ങൾക്കുള്ള പൈതൃകങ്ങളെ എല്ലാം കാത്തു സൂക്ഷിച്ച് മുന്നോട്ട് പോകണം എന്നും മാറിവാനിസ് പിതാവ് റോമിനോട് പറഞ്ഞു. അതോടൊപ്പം തന്നെ റോമുമായിട്ടുള്ള ഐക്യം എന്നും കാത്തു സൂക്ഷിച്ച് റോം പറയുന്നതനുസരിച്ച് ജീവിച്ചു കൊള്ളാം, അല്ലെങ്കിൽ സഭയെ നടത്തിക്കൊള്ളാം എന്ന് പ്രതിജ്ഞ എടുത്തുകൊണ്ടാണ്, അല്ലെങ്കിൽ ആ പ്രതിജ്ഞ എടുത്തപ്പോൾ അതിനെ അംഗീകരിച്ചുകൊണ്ടാണ് റോം മലങ്കര കത്തോലിക്ക സഭയെ സ്വീകരിക്കുന്നത്. 1000-ൽ പരം വൈദികരും 2500-ൽ പരം സിസ്റ്റേഴ്സും 200-ൽ പരം സെമിനാരിക്കാരും അതോടൊപ്പം തന്നെ സന്യാസിനി ആകാൻ പഠിക്കുന്ന സിസ്റ്റേഴ്സ് ആകാൻ പഠിക്കുന്ന അർത്ഥിനികളും ഒക്കെ ചേർന്നുള്ള ഒരു കൂട്ടായ്മയാണ് മലങ്കര കത്തോലിക്ക സഭ. ഇതിൽ 5 ലക്ഷത്തിൽ പരം ആളുകളുണ്ട്. ഏതാണ്ട് 12ഓളം അല്ലെങ്കിൽ 13ഓളം ഡയോസിസ്, അതിൻ്റെ കറക്റ്റ് കണക്കാണോ എനിക്ക് സംശയമുണ്ട്. എങ്കിലും മിഷൻ പ്രദേശങ്ങൾ കേരളത്തിൽ, ഭാഗ്യഭാരതത്തിൽ, ബാഹ്യ കേരളത്തിൽ, അങ്ങനെ പല സ്ഥലങ്ങളിൽ നമുക്ക് സാന്നിധ്യമുണ്ട് എന്നത് ഓർത്തിരിക്കുകയാണ്. ഞാൻ ആദ്യമേ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ വീക്ഷണങ്ങളിൽ മാതാവിനോടുള്ള അഗാധമായ ഭക്തി. ദൂരെ നിന്ന് വരുമ്പോൾ എനിക്ക് തോന്നുന്നു കുരുവിളയച്ചനൊക്കെ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് സെമിനാറിൽ. പിതാവ് വരുമ്പോൾ, മാറിവാനിസ് പിതാവ് വരുമ്പോൾ കൈകൾ വിരിച്ച് നിന്ന് പ്രാർത്ഥിക്കും. എന്താണ് പ്രാർത്ഥിക്കുന്നത്? അദ്ദേഹം പ്രാർത്ഥിക്കും, തമ്പുരാനെ പറ്റമ്മച്ചിയെ എന്നുറക്കെ വിളിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു എന്നാണ് പറയുന്നത്. സെൻട്രൽ ലക്ഷ്യ സെമിനാറിൽ പഠിക്കുമ്പോൾ ഞങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ ചിന്തകൾ എന്ത് എന്ന് ആഴമായി മനനം ചെയ്യാൻ ഇരുന്നിട്ടുണ്ട്. അപ്പോഴൊക്കെയും കുരുവിളയച്ചനൊക്കെ ഞങ്ങളുടെ ആധ്യാത്മിക പിതാവായിട്ടിരുന്നിട്ടുള്ളതാണ്. അപ്പോൾ മാറിവാനിസ് പിതാവിനും മാതാവിനോടും വിശുദ്ധ കുർബാനയോടുമുള്ള ഭക്തി വളരെ ശക്തമായിരുന്നു. ആതുര സേവനത്തിന് ഒരുപാട് ഹോസ്പിറ്റലുകൾ, നമ്മൾ മാർ ഗ്രിഗോറിയോസ് പിതാവിനെ തള്ളിക്കളയാൻ സാധിക്കില്ല. പുലയനാർക്കോട്ട എനിക്ക് തോന്നുന്നു മഹാത്മാഗാന്ധി സന്ദർശിച്ച സ്ഥലമാണ്. പുലയനാർക്കോട്ടയും പിരപ്പൻകോടും മഹാത്മാഗാന്ധി സന്ദർശിച്ച സ്ഥലമാണ്. അവിടെയൊക്കെ ആശുപത്രികൾ ഉണ്ടായി. ഇതിൻ്റെയൊക്കെ പിന്നിൽ മാറിവാനിസ് പിതാവിൻ്റെ ഒരു ദീർഘവീക്ഷണവും മാർ ഗ്രിഗോറിയോസ് പിതാവിൻ്റെ പ്രവർത്തന ചൈതന്യവും ഉണ്ടായിരുന്നു എന്നത് മറക്കാതിരിക്കാം. ഇനി നമുക്ക് ഇദ്ദേഹത്തെ, മാറിവാനിസ് പിതാവിനെ കിഴക്കിൻ്റെ ന്യൂമാൻ എന്ന് വിളിച്ചു. കിഴക്കിൻ്റെ ന്യൂമാൻ എന്ന് വിളിക്കാനുള്ള കാരണം, ജോൺ ഹെൻറി ന്യൂമാൻ എന്ന് പറയപ്പെടുന്ന പ്രശസ്തനായ ഒരു ദൈവശാസ്ത്രജ്ഞൻ്റെ പിന്തലമുറക്കാരനായി വരികയും ആഴമായ താത്വികതാബോധം, ദൈവശാസ്ത്രബോധം, ആത്മായ സംരക്ഷണ ബോധം, ഇതൊക്കെ അദ്ദേഹത്തിനുണ്ടായിരുന്നു. ആത്മായ സംരക്ഷണ ബോധത്തെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ, ഞാൻ ബസേലിയോസ് പിതാവിനെ ഇപ്പോൾ ഓർക്കുകയാണ്, സഭ എന്നത് വേറെ എങ്ങൊന്നും പൈസ വാങ്ങിച്ചുകൊണ്ട് വന്നല്ല, പിതാവിൻ്റെ സ്വരത്തിൽ വേണം എനിക്ക് പറയാം, വാങ്ങിച്ചുകൊണ്ട് വന്നതല്ല. പിതാവ് പറയുന്നുണ്ട്, പാവപ്പെട്ട അൽമായർ മുട്ടയും പിടിപ്പണവും, അതായത് അരി പിടിയരിയും വാങ്ങിച്ചുകൊണ്ട് വളർത്തിയതാ മലങ്കര കത്തോലിക്ക സഭ എന്ന് ബസേലിയോസ് പിതാവ് അനുസ്മരിച്ച് പറയാറുണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം മാറിവാനിസ് പിതാവിൻ്റെ മധ്യസ്ഥം തീർച്ചയായും നന്മയാണ്. ആ നന്മയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഏകയോഗമായി, ഒരു ഡിവിഷനും ഇല്ലാതെ ഏകയോഗമായി ഇന്ന് മാർ ക്ലെമീസ് പിതാവിൻ്റെ നേതൃത്വത്തിൽ ഏകയോഗമായി ഒരുമിച്ച് പോവുകയാണ് നമ്മൾ. തിരുവല്ല രൂപത, ബത്തേരി രൂപത, മാർത്താണ്ഡം, മാവേലിക്കര, പത്തനംതിട്ട, നെയ്യാറ്റിൻകര, അതിന് അപ്പുറമെന്ന് ബാഹ്യ കേരളം, ഡൽഹി, അതിനപ്പുറം ഭാഗ്യഭാരതം, ഇങ്ങനെയുള്ള എല്ലായിടത്തെയും മെത്രാന്മാർ ഏകയോഗമായി ഒരു യേശുക്രിസ്തുവിൻ്റെ ഭൗതിക ശരീരത്തേക്ക് പൗലോസ് പറഞ്ഞതുപോലെ കണ്ണ് കണ്ണായിട്ടല്ല, ചെവി ചെവിയായിട്ടല്ല,
ഇതെല്ലാം ഒരുമിച്ച് ഒരേ അവയവമാണ്, ഒരേ ശരീരത്തിൻ്റെ വ്യത്യസ്തങ്ങളായിരുന്ന അവയവങ്ങളെന്ന ധർമ്മം നിലനിർത്തി, ജനത്തെ കൂടെ നിർത്തി, അൽമായരെ കൂടെ നിർത്തി, അവരുടെ വേദന എന്തെന്ന് മനസ്സിലാക്കി, പാർശ്വവൽക്കരിക്കപ്പെട്ടവനെ തോളോട് ചേർത്ത് വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന മലങ്കര കത്തോലിക്ക സഭയ്ക്ക് ഞാൻ ബദനി മിശാനുകരണ സന്യാസിനി സമൂഹത്തെയും സന്യാസ സമൂഹത്തെയും പറയുമ്പോൾ വ്യത്യസ്തങ്ങളാകുന്ന സിസ്റ്റേഴ്സിൻ്റെ കോൺട്രിബ്യൂഷൻസ്, അവരുടെ ഈ മേരി മക്കൾ സന്യാസിനി സമൂഹവും വിൻസെഷ്യൻ സന്യാസിനി സമൂഹവും സേക്രട്ട് ഹാർട്ട് സന്യാസിനി സമൂഹവും എല്ലാ സന്യാസിനി സമൂഹത്തിനെയും പേര് പറയാൻ സാധിക്കുന്നില്ല. അങ്ങനെ വ്യത്യസ്തങ്ങളായ സിസ്റ്റേഴ്സിനെ കുറിച്ചുള്ള മാറിവാനിസിൻ്റെ വീക്ഷണം ഇതാണ്: പുരുഷന് കടന്നു ചെല്ലാൻ സാധിക്കാത്ത ഇടങ്ങളിൽ സ്ത്രീക്ക് കടന്നു ചെല്ലാൻ സാധിക്കും. പുരുഷന് പറയാൻ സാധിക്കാത്ത പല കാര്യങ്ങൾക്കും സ്ത്രീകൾക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. അതെന്താണ്? ഇതൊരു സാമൂഹിക സേവനമല്ല, ദൈവസ്നേഹത്തിൽ അധിഷ്ഠിതമായ മാനുഷിക സ്നേഹമാണ്. അദ്ദേഹത്തിൻ്റെ സഭാവീക്ഷണം ഇനിയും കൂടുതൽ പഠിക്കപ്പെടേണ്ടിയിരിക്കുന്നു. ഇനി വരുന്ന വൈദികരും അൽമായരുമൊക്കെ മാറിവാനിസിൻ്റെ ക്രിസ്തു ദർശനം, മാറിവാനിസിൻ്റെ സഭാത്മക ദർശനം, മാറിവാനിസിൻ്റെ പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ള ചിന്ത, അതിലൊക്കെ ഉപരിയായിട്ട് ദ മരിയൻ തിയോളജി വിച്ച് വാസ് ദെയർ ഇൻ ദ ഡീപ്പസ്റ്റ് ഹാർട്ട് ഓഫ് മാറിവാനിസ് ഷുഡ് ബി റിക്ലക്റ്റഡ്. അത് തീർച്ചയായിട്ടും റിക്ലക്റ്റ് ചെയ്യപ്പെടേണ്ടിയിരിക്കുന്നു. അങ്ങനെ മാറിവാനിസ് പിതാവ് പദമൂന്നിയിട്ടുള്ള പല കാര്യങ്ങളും കൂടുതൽ പഠനവിധേയമാക്കേണ്ടിയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മധ്യസ്ഥം നടക്കട്ടെ. ആഗോള സഭയിലുള്ള എല്ലാവരോടും ഒരു അപേക്ഷ കൂടി പറയാണ്: മാറിവാനിസ് പിതാവിനെ നമ്മൾ ദൈവദാസനായിട്ട് ധന്യൻ ആയിട്ട് റോം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇനിയും 2 കടമ്പ അല്ലെങ്കിൽ 2 സ്റ്റെപ്പ് കൂടെയുണ്ട്. ഒന്ന്, അദ്ദേഹത്തെ ഇനിയും വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിക്കണം, വിശുദ്ധനായി പ്രഖ്യാപിക്കണം. ഇത് മറ്റൊന്നും കൊണ്ടല്ല, നമ്മുടെ പ്രാർത്ഥന വഴിയാണ്. എന്തെങ്കിലും നന്മകൾ അദ്ദേഹത്തിൻ്റെ കൊച്ചു നന്മയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ മധ്യസ്ഥത്തിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ, പട്ടമതിഭദ്രാസന ദേവാലയത്തിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലത്ത് നിങ്ങളുടെ കിട്ടപ്പെട്ട മധ്യസ്ഥത്തിൻ്റെ കിട്ടപ്പെട്ട അനുഗ്രഹങ്ങൾ അവിടെ എഴുതിയിടുക. നിങ്ങൾ ചെയ്യുന്ന നിങ്ങൾക്ക് ലഭിച്ച കാര്യങ്ങൾ ശാസ്ത്രീയമായിട്ട് തെളിയിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതിനെ എടുത്ത് റോമിൽ സമർപ്പിക്കും. വന്യ പിതാക്കന്മാർക്കും വൈദികർക്കും സിസ്റ്റേഴ്സിനും സെമിനാരിയിൽ പഠിക്കുന്നവർക്കും സന്യാസി സമൂഹത്തിലേക്ക് പഠിക്കുന്നവർക്കും അൽമയർക്കും നാനാജാതി മതസ്ഥർക്കും ഇഹലോകത്തിൽ പ്രത്യേകിച്ച് പരലോകത്തിലേക്കും മരിച്ചുപോയ നമ്മുടെ പൂർവ്വപിതാക്കന്മാരുടെ എല്ലാ മധ്യസ്ഥ പ്രാർത്ഥന നമുക്കുണ്ട്. അവരുടെ എല്ലാ മധ്യസ്ഥം തേടിക്കൊണ്ട് മാറിവാനിസ് പിതാവിൻ്റെ മധ്യസ്ഥവും നമുക്ക് ഈ ദിവസങ്ങളിൽ ശക്തമായി തേടാം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് എനിക്കൂടെ വേണ്ടി ബലഹീനം ഭാവിയുമായ ഈ ദാസനോട് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. ജോൺസൺ കരൂർ.